നമസ്കാരം. ഇറാന്റെ ആണവായുധങ്ങൾ ചുട്ടരിക്കുവാൻ ട്രംപ് തയ്യാറെടുക്കുന്നു. ഇറാനെ ഉടൻ അമേരിക്ക ആക്രമിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു ഇറാനി ജീവനൊടുക്കിയതുമായി സംബന്ധിച്ചാണ്. ഞങ്ങൾ ട്രംപിനെ വിശ്വസിച്ചുവെന്നും ദയവായി നിങ്ങൾ ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ഇറാനിലെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. ഇറാൻ ഭരണകൂടവുമായിട്ടുള്ള യാതൊരു കരാറും കൊല്ലപ്പെട്ടവരെ ഒറ്റുകൊടുക്കുന്നതാകുമെന്നാണ് യുവാവിന്റെ വാദം. ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നടക്കുന്ന പരോക്ഷ ചർച്ചകളിൽ നിർണായക തീരുമാനങ്ങൾക്കായിട്ട് ഇറാന്റെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി ഒമാനിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മസ്കത്തിൽ നടന്ന പ്രാഥമിക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം കൈമാറാൻ ലാരിജാനി എത്തുന്നത്. ഇറാൻ പാർലമെന്റ് മുൻ സ്പീക്കറും നിലവിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയുമായിട്ടുള്ള ലാരിജാനി ഒമാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ബദർ അൽ ബുസൈദി, സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി തന്നെ പറയുന്നുണ്ട്. US ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒമാൻ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകൾ മേഖലയിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ചർച്ചകൾ അതിപ്രധാനമാണ് എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ലാരിജാനി കൈമാറുന്ന സന്ദേശത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അതിനിടെ ഇറാനിൽ ആഭ്യന്തര പ്രതിഷേധം ഉയർത്തിയവർ കടുത്ത ആശങ്കയിലാണ്. ഭരണകൂടം ഇവരെ അതിശക്തമായിട്ടാണ് അടിച്ചമർത്തിയത്. ഈ അടിച്ചമർത്തലിന്റെ നേർസാക്ഷിയായിട്ട് ഒരു യുവാവിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നു. ഇറാനെ ഉടൻ ആക്രമിക്കപ്പെടുമെന്നും ഈ അത്തരത്തിലുള്ള ഒരു കരാറൊന്നും ഉണ്ടാക്കരുതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അവസാനമായി യുവാവ് ജീവനെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാനിലെ തെക്കൻ തുറമുഖ നഗരമായിട്ടുള്ള ബുഷഹറിൽ താമസിക്കുന്ന 28-കാരനായിട്ടുള്ള പൗറിയ ഹമീദി എന്ന യുവാവാണ് ഇതെന്ന് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ഇറാൻ മാരകമായിട്ട് അടിച്ചമർത്തിയതിനെ കുറിച്ചെല്ലാം യുവാവ് ആ കത്തിൽ വിവരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കാൾ കൂടുതൽ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെക്കാൾ കൂടുതൽ ഏകദേശം 40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് യുവാവ് പറയുന്നത്. പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധം തുടരാൻ US പ്രസിഡന്റ് ട്രംപ് ഇറാനികളോട് പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, എന്നാൽ സർവായുധരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് സാധ്യമല്ല. പുറത്തുനിന്ന് പിന്തുണയില്ലാതെ ഇറാനികൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വിജയിക്കാൻ കഴിയില്ല. ഇറാൻ ഭരണകൂടവുമായിട്ടുള്ള യാതൊരു കരാറും കൊല്ലപ്പെട്ടവരെ ഒറ്റുകൊടുക്കുന്നതാകും. അതിനാൽ തന്നെ ദയവായിട്ട് ഈ കരാർ നിർത്താൻ നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നാണ് യുവാവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ. ഇറാന് പുറത്തുള്ള വിവിധ പ്രതിപക്ഷ സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്നത് അവസാനിപ്പിച്ച് ഒത്തുചേരണം. നമ്മുടെ ആളുകൾ ഇപ്പോൾ എത്രമാത്രം നിരാശരാണ് എന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങാനോ കഴിയുന്നില്ല. ഇതെന്റെ ത്യാഗമാണ്. ദയവായി എൻ്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കൂ. ഇങ്ങനെ പറഞ്ഞാണ് യുവാവ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത് ആ കത്തിൽ. ഞങ്ങൾ ട്രംപിനെ വിശ്വസിച്ചു, ദയവായി ഉടനെ ഇറാനെ ആക്രമിക്കൂ എന്ന് പറയുന്നു. ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ഇറാൻ മാരകമായിട്ട് അടിച്ചമർത്തി. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പെട്ട ഇറാനിയൻ യുവാവ് അവസാനം ജീവനൊടുക്കി. ഇറാൻ ഭരണകൂടമായിട്ടുള്ള യാതൊരു കരാറും കൊല്ലപ്പെട്ടവരെ ഒറ്റുകൊടുക്കുന്നതാകുമെന്ന് യുവാവ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇതൊന്നും ആലോചിക്കാതെ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ആശങ്കയിലാണ് യുവാവ് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ട്രംപിനെ വിശ്വസിച്ച അവിടുത്തെ ജനങ്ങൾക്ക് സത്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമല്ലേ ട്രംപ് സ്വീകരിച്ചത്? ഇങ്ങനെയാണോ ട്രംപ് ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെയാണോ ട്രംപ് ഒരു കൂടപ്പറപ്പുകളുള്ള ഒരു രാജ്യത്ത് കൂടെയുള്ളവരെ ചുട്ടുകൊല്ലുന്ന സമീപനം സ്വീകരിക്കുന്നത്? ശരിയാണോ? അപ്പോൾ ഇവിടെ ഇറാന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ, പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെയുള്ള യാത്ര, ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ മാരകമായിട്ട് അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷം, എന്നിട്ടും ആക്രമിക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് പോലും പിന്മാറി നിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് യുവാവിന് നിങ്ങൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ ആക്രമണം നടത്തൂ എന്ന് അമേരിക്കയോട് പറയുന്നത്. കാരണം ഞങ്ങൾ ട്രംപിനെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ നുണയനാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പാളയത്തിൽ തന്നെ പടയൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഇറാന്റെ യുവാവ് തന്നെ ഇറാനികളെ തകർക്കണമെന്ന് പറയുന്നു. അതിന് അമേരിക്കയെ വിളിച്ചു കൂട്ടുന്നു. വേണ്ടി വന്നാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ മടിയില്ല എന്ന് അപ്പോഴാണ് ഇറാൻ പറയുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക അതിസാഹസത്തിന് തുനിഞ്ഞാൽ ഗൾഫിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ആക്രമിക്കും. അമേരിക്കൻ മണ്ണിലെത്തി ആക്രമിക്കുക അത്ര വേഗം സാധ്യമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളുടെ പ്രദേശത്തുള്ള അവരുടെ എല്ലാ കേന്ദ്രങ്ങളും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്.
ഇറാൻ. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധിയിലാണ് എന്നും അറാഗ്ചി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ മണ്ണിലെത്തി അങ്ങനെ അവിടെ ജയിക്കാൻ കഴിയില്ല എന്നൊരു സംവിധാനത്തിലേക്ക് അറാഗ്ചി എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഇറാൻ എത്തിച്ചേരുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധിയിലാണ് എന്ന് അറാഗ്ചി സൂചിപ്പിക്കുമ്പോഴും എന്നാൽ എത്രയും പെട്ടെന്ന് യുദ്ധം തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അമേരിക്കയെ കൂട്ടുപിടിക്കുകയാണ് ഇറാന്റെ ജനത എന്നുള്ളതാണ്. അതായത് ഇറാനിലുള്ള ആൾക്കാർ തന്നെ പറയുന്നു ഇറാനെ എത്രയും വേഗം തകർത്ത് തരിപ്പണമാക്കൂ ട്രംപ് എന്നാണ് പറയുന്നത്. ട്രംപിന്റെ ഭീഷണിക്കാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ കടലിൽ കൊണ്ട് വിന്യസിച്ചാലും ഇറാൻ ഭയക്കില്ല എന്നും യുദ്ധമെങ്കിൽ യുദ്ധം നേരിടാൻ ഇറാൻ ഒരുക്കമാണ് എന്നും ടെഹ്റാൻ നേരത്തെ തന്നെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം അയൽ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, യുദ്ധം തുടങ്ങുന്ന ആദ്യത്തെ നിമിഷങ്ങളിൽ ഇസ്രായേലിൽ വീഴാൻ പോകുന്നത് കരുത്തുറ്റ മിസൈലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എത്തുന്നതും അത്തരത്തിലുള്ള വളരെ വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകളായിരിക്കും ഇറാൻ തൊടുക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഇറാന്റെ ആണവായുധ ശേഖരങ്ങളെ അടക്കം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെ അടക്കം ചുട്ടരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് തയ്യാറാകുന്നത്. ആ ചുട്ടരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ട്രംപിനെ വകവരുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറാന്റെ ആക്രമണം ഉടൻ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇറാൻ ആക്രമിക്കും. ഇറാൻ ഡയറക്റ്റായിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അമേരിക്കയെ ആക്രമിക്കും. വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് നടപ്പിലാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ മുന്നോട്ട് യാത്ര നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇറാനെ തകർക്കാൻ നിന്നാൽ എന്തായാലും ഇറാനിൽ നിന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ട്രംപിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ മസ്കത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ ആ ഒരു ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകില്ല. പകരം അമേരിക്ക ഇറാനെ തകർക്കണം, ആക്രമിക്കണം, അവരെ രൂഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കണം. മാത്രമല്ല ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ളവരെ വധിച്ച് ഇറാനെ രക്ഷപ്പെടുത്തുക എന്നുള്ള യുവാവിന്റെ ത്യാഗ മനോഭാവത്തിലുള്ള ആ വാക്കുകളാണ് മുമ്പോട്ട് വരുന്നത്. പക്ഷേ ആ സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ ആ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരിക്കലും ആ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയുന്നതല്ല. അമേരിക്ക സൈന്യത്തെ കടലിൽ കൊണ്ട് വിന്യസിച്ചാലും ഇറാൻ ഭയക്കില്ല എന്നും യുദ്ധമെങ്കിൽ യുദ്ധം നേരിടാൻ ഇറാൻ ഒരുക്കമാണ് എന്ന് ടെഹ്റാൻ പറയുമ്പോഴും അയൽ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ല എന്ന് പറയപ്പെടുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, കൂടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൃത്യമായിട്ടും മിസൈൽ വിക്ഷേപണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഇറാന്റെ ആയുധ ശേഖരങ്ങളെ, അണ്വായുധ പുരകളെ ചുട്ടരിക്കുവാൻ ട്രംപ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്.